സ്ഥിരമായിട്ട് ഔട്ടിങ്ങിന് പോകുന്ന ആളാണെങ്കിൽ അതിൽ ചില സമയത്ത് നോ പറയാൻ വേണ്ടി പറ്റണം. ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ വിളിക്കും, എടാ നമുക്ക് പുറത്തു പോകാം, ഓക്കെ, അങ്ങനെ നമ്മൾ പുറത്തു പോകുന്നു. ശാലം കഴിയുമ്പം നമ്മുടെ ആങ്ങളയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആങ്ങളയുടെ വൈഫ് അവർ പറയും, എടി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ശാലം കഴിയുമ്പോൾ അപ്പനും അമ്മയായിരിക്കും പറയുന്നത്. പക്ഷെ പറയേണ്ട സമയത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇത് വലിയൊരു പ്രശ്നമാണ്. നോ പറയുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വളരെ മനോഹരമായിട്ട് നോ പറയണം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പെങ്കൊച്ചിനോട് 3 പിള്ളേർ വന്നിട്ട് പ്രൊപ്പോസ് ചെയ്തു. 3 ആൺപിള്ളേർ, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 3 ആൺപിള്ളേർ പ്രൊപ്പോസ് ചെയ്തു. പക്ഷേ ഈ 3 ഒരിടത്തിൽ വിടുന്ന എന്താണ് ഇത് ചെയ്യുക, ദീർഘനിശ്വാസം വിടുക, 3 ആൺപിള്ളേരും. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവള് ഏറ്റവും അവസാനം ഒരു തീരുമാനം എടുത്തു. ഈ 3 പേരോട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമെന്നും പറഞ്ഞ് നോ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റണം. നമുക്ക് നോ പറയേണ്ട സമയത്ത് പറയാൻ പറ്റണം. എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റക്കായി പോവുക എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഈ ഔട്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് വേണം, അത് വേണം. പിന്നെ നമുക്ക് തന്നെ നമ്മളുടെ മേലൊരു കൺട്രോൾ ഉണ്ടാവണം. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള ആ ഡിസിഷൻ ആരാ എടുക്കേണ്ടേ? ഞാനാ എടുക്കണ്ടേ. എടി നമുക്ക് അവിടെ പോകാമെന്ന് പറയുമ്പോൾ ആ വഴിക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ പോകാമെന്ന് പറയുമ്പോൾ ആ വഴിക്ക് പോവുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തന്നെ തീരുമാനം എടുക്കണം.